ഇത്തവണയും ഏഴോം പഞ്ചായത്ത് ചുവന്ന് തന്നെ 15 വാർഡുകളിൽ 13 വാർഡുകളും LDFന് ഉജ്ജ്വല വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിറകിൽ അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ 13 സീറ്റുമാണ് LDF സ്വന്തമാക്കിയത്. അതായത് ഈ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു ജാഥ തന്നെ പിറകിൽ വരുന്നുണ്ട്. പിറകിൽ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെല്ലാം തന്നെ റാലിയിൽ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഏഴോം പഞ്ചായത്തിൽ LDFന് ഉജ്ജ്വലമായ വിജയം 13 സീറ്റിലും ചുവന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഏഴോത്തിന്റെ മണ്ണ് ചുവന്നു തന്നെ ഇരിക്കുകയാണ്. ഈ ചുവപ്പിനെ മായ്ച്ചുകളാൻ ഒരു വർഗീയ വിഘടന ശക്തികൾക്കും സാധിക്കില്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇതൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയല്ലേ? മറ്റ് അതായത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ചെറുകുന്ന ഡിവിഷനിൽ നിന്നും വിജയിച്ച LV ഷിമ ഉൾപ്പെടെയുള്ളവരുടെ റാലിയിൽ എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമാണിപ്പോ. ഏഴോത്ത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുറകില് DJ ഒക്കെ വെച്ച് യൂത്ത് അതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ ഈ വിജയിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്തിന്റെ ആഹ്ലാദ പ്രകടനം ഇന്നലെ വാർഡ് തലത്തിലുള്ള അഭിമാനകരമായ വിജയമാണ് ഏഴോം പഞ്ചായത്തിനെ സംബന്ധിച്ച്. എല്ലാ തരത്തിലുള്ള മതവർഗീയവാദികളെയും കൂട്ടിപ്പിടിച്ച് ഏഴോത്തെ ചുവന്ന മണ്ണിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു വിജയ ആഹ്ലാദ പ്രകടനം എന്നാണ് പറയാനുള്ളത്. കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന്റെ വിജയമാണ് ഏഴോം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ശക്തികൾക്കുള്ള വിജയം നേടിയിരിക്കുന്നത്. വലതുപക്ഷത്തിന്റെ ഈ മതവർഗീയവാദികളുടെയും കുപ്രചരണങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടുള്ളത്. അതിഗംഭീരമായ വിജയം നമുക്കുണ്ടായിരുന്നു. നമ്മൾ അങ്ങേയറ്റത്തെ ആഹ്ലാദത്തിലാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏഴോം പഞ്ചായത്തിൽ 13 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സന്തോഷമാണുള്ളത്. പിന്നെ നമുക്ക് പരാജയപ്പെട്ട 2 സീറ്റുകളുണ്ട് ഏഴോം പഞ്ചായത്തിൽ. കഴിഞ്ഞ തവണ 14 സീറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ 1 ഓടപ്പുറം പറയുന്നത് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള 6ാം വാർഡ്, മറ്റൊന്ന് 12ാം വാർഡാണ്. 12ാം വാർഡിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടുകളില്ലാത്ത വിധത്തിൽ കാശ് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ വാർഡ് തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി പാലിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിച്ചിരുന്നത്. പൂർണ്ണമായിട്ട് കാശ് കൊടുത്തുകൊണ്ട് വിജയിച്ചതാണ്. ജനാധിപത്യം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ഏഴോം പഞ്ചായത്തിലും കേരളത്തിലും നല്ല നിലയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം തികഞ്ഞ ആഹ്ലാദത്തിലാണ്. നമുക്കുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ നമ്മൾ എങ്ങനെയെന്ന് കണ്ടെത്തുകയും അതിൽ കൂടെ അനുസരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ കൂടി ഗൗരവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം, പാർട്ടി പ്രവർത്തനം ഇനിയുള്ള നാളുകളിൽ നമ്മൾ നടത്തും. ഇപ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ള വിജയം ഏറെ ആഹ്ലാദത്തിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഇതിന്റെ പുറകിൽ വലിയൊരു റാലിയാണ്, ആഹ്ലാദ പ്രകടനമാണ്. പുറകിൽ DJ ഉൾപ്പെടെയുള്ളവയാണ് ഈ ആഹ്ലാദ പ്രകടനത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും ഏഴോം ചുവന്ന് തന്നെ. ക്യാമറമാൻ നികേഷ് തവത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.